ഇന്നത്തെ രാത്രിയിലത്തെ ഫുഡ് കേട്ടോ. പ്രദേശിക്ക് നന്ദി, ഈ ഒരു ഭക്ഷണം തന്നതിനും. കാര്യം ഓരോ മൊമെൻറ്റും നമ്മൾ നന്ദി പറയുകയല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. കാര്യം അതുപോലെയാണ് ലോകത്തിൻ്റെ അവസ്ഥ പോലും. ഏത് നിമിഷവും ഒരു ലോകമഹായുദ്ധം ഉണ്ടാവാം, നമുക്കെന്തും സംഭവിക്കാം. നമ്മുടെ ഭരണാധികാരികളെക്കുറിച്ചൊന്നും പറയണ്ടല്ലോ, വെറും മണ്ടന്മാരും വിദ്യാഭ്യാസവും ഇല്ലാത്തവരുമാണ്. അനുഭവിക്കുക തന്നെ. അല്ല, ഞാൻ ആരെയൊന്നും പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം എന്നാന്ന് വെച്ചാൽ, ഇത് നെല്ലിക്ക അച്ചാറ്, ഇത് വാഴക്കയുടെ, അതായത് ഒരു കൊല ഒടിഞ്ഞു വീണെന്ന് പറഞ്ഞാൽ ടെറസിന് മുകളിലേക്ക് വീണേ, അത് അവിടെ കിടന്നിട്ട് ഒരു തരത്തിൽ, അതായത് ആ വാഴ അങ്ങ് ഒടിഞ്ഞു പോയി. അപ്പോൾ ഒരു തരത്തിൽ നമുക്ക് സെറ്റാക്കാൻ പറ്റത്തില്ല. ഇനി മൂക്കട്ടെ എന്നും പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാര്യം നല്ല ചൂടും എല്ലാം കൂടെ ആയിട്ട്. അപ്പോൾ നമ്മൾ ആ കൊല വെട്ടിയെടുത്ത് ഉണ്ടാക്കിയ ഒരു എന്നാ പറയണ്ടേ, മെഴുക്ക് പുരട്ടി. ഇത് നമ്മുടെ പ്രിയപ്പെട്ട ബീട്രൂട്ട്. ഈ ബീട്രൂട്ട് എന്ന് പറഞ്ഞ സാധനം എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യൻ കോഫി ഹൗസ് ഓർമ്മ തന്നെ. ഇന്ത്യൻ കോഫി ഹൗസിൽ എന്ത് സാധനം ആയിക്കോട്ടെ, അതിപ്പം മസാല ദോശയോ കട്ട്ലറ്റോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ബീട്രൂട്ട് ഇട്ട സാധനങ്ങൾ എനിക്ക് അത്ര ഇഷ്ടമാണ്. ബീട്രൂട്ടിൻ്റെ മെഴുക്ക് പുരട്ടി തൊട്ട് സകലതും എനിക്കിഷ്ടം. പിന്നെയുള്ള സാധനം എന്ന് പറഞ്ഞാൽ ദണ്ട് ഇത് നമ്മുടെ അയല, പിന്നെ നമ്മുടെ മധുരച്ചെമ്പ്. ഇതാണ് ഇന്നത്തെ രാത്രിയിലത്തെ എൻ്റെ ഫുഡ്. ഇത് തന്ന് എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ടാണ്. ഇന്ന് അവരിവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കിട്ടിയതാണ്. അല്ലെങ്കിൽ ഇത് കിട്ടത്തില്ല കേട്ടോ. എല്ലാ കാലത്തും അങ്ങനെയൊന്നും നമുക്ക് ഫുഡിങ്ങനെ വരാറില്ല. സന്തോഷം എന്ന് പറഞ്ഞാൽ അസാധ്യ സന്തോഷം. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഫുഡ് കിട്ടി. കാരണം ജീവിതം ഇന്ന് അങ്ങനെ, ഏത് നിമിഷവും ഇല്ലാണ്ടാവാം, ഏത് നിമിഷവും നിലച്ചു പോകാം, എന്തും സംഭവിക്കാം. അപ്പോൾ കിട്ടുന്ന എല്ലാ അവസരങ്ങളും ആഘോഷിക്കുക, ആസ്വദിക്കുക, മറ്റൊന്നും ചെയ്യാനില്ല. ഓക്കെ, എന്നാൽ ഞാനിത് കഴിക്കട്ടെ. കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം.